ജീഫത്തിൻ ബില്ലൈൽ, രാത്രി കിടന്നുറങ്ങാൻ ചെന്നാൽ ഒരു ശവമായി കിടക്കുന്നവർ. അതിനർത്ഥം എന്താണെന്നറിയോ? രാത്രി എഴുന്നേറ്റ് തഹജ്ജുദിനോ സുബഹിക്കോ എഴുന്നേൽക്കാത്ത ആളുകൾ എന്നാണ് പറഞ്ഞതിനർത്ഥം. ശവം കിടക്കണ പോലെ ജീവനില്ലാട്ടൊരു കിടത്തുണ്ട്. ആളുകൾ പറയില്ലേ, ഉച്ചക്ക് 2 മണിക്ക് എണീക്കല്. അങ്ങനെ എണീറ്റില്ലാന്ന് കണ്ടപ്പോ തുറന്നു നോക്കുമ്പോഴാ ഞങ്ങളത് അറിഞ്ഞത്, സംഗതി ജീവൻ പോയിട്ടുണ്ട്. അങ്ങനെ പറയാറില്ലേ? എന്ത് നോൺ സ്റ്റോപ്പ് ഉറക്ക്? രാത്രിയിലെ ടർഫും കളിയും മാച്ചും ഫുട്ബോളും കഴിഞ്ഞ് വരുന്ന കിടക്കുന്നത് 3 മണി, 4 മണി 4:30 സുബഹിന്റെ സമയമായി തുടങ്ങി. അപ്പോ പൊറാട്ടയും ബീഫും അടിച്ചിട്ടാണ് വന്ന് കിടക്കണത്. പിന്നെ എപ്പോഴും എഴുന്നേൽക്കുക? അസറിനും മഗ്‌രിബിനും. കളിക്കാൻ പോകും നമ്മള്. കളിച്ച് കുറേ കാലറി ബേൺ ചെയ്യും. നല്ല കിതച്ച് ഓടി മണിക്കൂറുകളോളം ഒരുപാട് കാലറി ബേൺ ചെയ്ത്, ഫാറ്റൊക്കെ ബേൺ ചെയ്ത് നല്ല തടിയായി വെച്ച് വല്ല വെള്ളമോ ജ്യൂസോ കുടിച്ച് കിടന്നാൽ മതി. എന്നിട്ട് പോയിട്ട് നമ്മളെ തെരുവ് കച്ചവടങ്ങളിൽ പോയിട്ട് നല്ല പൊറാട്ടയും ബീഫും അടിച്ച് വരിക. എന്ത് കാര്യം ഉണ്ടായി? എന്തിനാ കളിക്കാൻ പോയത്? എന്നിട്ട് ശവമായിട്ട് കിടക്ക. സംസ്കാരമുണ്ടോ? ഇല്ല. കളിയുണ്ട്. അതിന് പേയ്മെന്റ് കൊടുത്തതല്ലേ ടർഫിന്? പോയി കളിക്കണം. ഇതിന് പിന്നെ പേയ്മെന്റ് ഇപ്പൊ കിട്ടൂലല്ലോ, അവിടെ നിന്ന് കിട്ടുന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവിടെ കിടക്കട്ടെ. ജീഫത്തിൻ ബില്ലൈൽ, രാത്രി ശവമായി കിടക്കുന്നവർ. ആ വീട്ടിൽ നിന്ന് ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും. അതവന്റെ ജോലിയിലും അവന്റെ കച്ചവടത്തിലും കണ്ടു തുടങ്ങും. അവന്റെ വീടിനും അവന്റെ മക്കളിലും അത് കണ്ടു തുടങ്ങും. ജീഫത്തിൻ ബില്ലൈൽ. പിന്നെ പറഞ്ഞു ഹിമാരിൻ ബിന്നഹാർ, അള്ളാഹുവിന് വെറുപ്പുള്ള ആളുകളാണത്രേ, അള്ളാഹ്ക്ക് ദേഷ്യമാണ് എന്ന്. ഹിമാരിൻ ബിന്നഹാർ, പകലിൽ കഴുതകളെ പോലെ നടക്കുക, ഒരു ലക്ഷ്യമില്ലാതെ അലസമായിട്ട് ഇങ്ങനെ നടക്കുക. അതന്നെ ഒരു ലക്ഷ്യം, ഒരു കാര്യമായിട്ട് എന്താ പണി? ഒരു പണിയില്ല. റോഡിൽ അവര് വണ്ടി, ബൈക്കോ കാറോ എടുത്തവര് വണ്ടി റോഡിൽ ഇറങ്ങിയോ ലോകത്ത് വലിയ തിരക്കുള്ള ആളുകൾ അവരാണ്. ആ വണ്ടി നിർത്തിയിട്ട് എന്തേ പണിയുണ്ടോ? ഒരു പണിയില്ല. റോഡിലൂടെ പറപ്പിച്ച് മനുഷ്യന്മാരെ കിടങ്ങേറാക്കി ഹോണടിച്ചും ഓവർടേക്ക് ചെയ്തും പോയിട്ട് വല്ല ജ്യൂസ് കടന്റെ മുമ്പിലും പോയിട്ട് ജ്യൂസും കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. പടച്ചിറങ്ങി വല്ല പോലീസ് സ്റ്റേഷനിലോ വല്ല ആശുപത്രിക്കോ വല്ല എയർപോർട്ടിലേക്കോ ട്രെയിൻ പിടിക്കാനോ പോവുക ഒന്നുമല്ല, വെറുതെ തിരക്ക് കാണിക്കുക. ഹിമാരിൻ ബിന്നഹാർ, ലക്ഷ്യബോധമില്ലാതെ മൃഗങ്ങളെ പോലെയുള്ള ജീവിതം. അത്തരം ആളുകൾ അല്ലാഹുവിന് വെറുപ്പാണ്. പുണ്യനബി ഞങ്ങൾ പറയാം, ഒരു ജോലി അവർക്ക് ചെയ്യാനില്ല, ഒരു ലക്ഷ്യബോധമില്ല, പഠനവും ഇല്ല. ഇങ്ങനെ നടക്കുന്ന ആളുകൾ